ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ആരാണ്? അല്ലാഹു തആല എന്തൊക്കെ ഇമാം ബുഖാരി തങ്ങൾക്ക് കൊടുത്തോ അത് മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിന് വിനിയോഗിച്ചു. ഇങ്ങനെ ഒരാളെ എനിക്ക് വായിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇമാം ബുഖാരി തങ്ങൾക്ക് അല്ലാഹു കൊടുത്തത് മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിലും ഖിദ്മത്തിലും സമർപ്പിച്ചു. അവിടുന്ന് ഒരു ദിവസം പോലും കമ്പനിയിലോ ഉപജീവനത്തിനോ ജോലി ചെയ്ത് ശമ്പളം വാങ്ങിയിട്ടില്ല. ഒരു ദിവസം പോലും ഒരു നേരം പോക്കിന് യാത്ര ചെയ്തിട്ടില്ല. ഇമാം ബുഖാരി തങ്ങൾ 10 വയസ്സിലല്ല, അതിനു മുമ്പ് തന്നെ ഹദീസ് പഠിക്കാൻ തുടങ്ങി. 10 വയസ്സായപ്പോൾ തന്നെ നാട്ടിലെല്ലാവരും ശ്രദ്ധിക്കുന്ന വിധത്തിൽ ഹദീസ് പഠിച്ചു. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുഹദീസ്. ഒരിക്കൽ ഒരു റാവിയെ കുറിച്ച് ഉസ്താദ് ചോദിച്ചു, ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അപ്പോൾ ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, അവര് യമനിൽ ജീവിച്ചയാളാണ്, അവരിൽ നിന്ന് അത്വാ ഇത്ര ഹദീസ് കേട്ടിട്ടുണ്ട്. എണ്ണി അങ്ങ് പറഞ്ഞപ്പോൾ ഉസ്താദ് പറഞ്ഞു, മോൻ അവരുടെ കൂടെ ജീവിച്ചതുപോലെയുണ്ടല്ലോ. 1047 ഇമാമിയങ്ങളിൽ നിന്ന് ഹദീസ് പഠിച്ചു ഇമാം ബുഖാരി തങ്ങൾ. കല്യാണം കഴിക്കാൻ മറന്നുപോയി, വീട് വെക്കാൻ അധ്വാനിക്കാൻ പോയില്ല. അവിടുന്ന് യാത്ര ചെയ്യുകയാണ് മക്കയിലേക്ക്, മദീനയിലേക്ക്. എത്ര തവണയാണ് ഞാൻ ബഗ്ദാദിൽ പോയത് എന്ന് എനിക്കറിയില്ല, അത്രമേൽ പോയി. കാരണം അന്ന് ബഗ്ദാദിൽ ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നു അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ. പേര് പറയുമ്പോഴേക്ക് തന്നെ വലിയൊരു ലോകമാണ് അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ. ഞാൻ അതിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. റളിയല്ലാഹു അൻഹു അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ കേട്ടു ഇമാം ബുഖാരി തങ്ങൾ. സ്വഹീഹുൽ ബുഖാരി എഡിറ്റ് ചെയ്ത മഹാന്മാരിൽ ഒരാൾ അഹ്മദ് ബിൻ ഹംബൽ തങ്ങളാണ്. 2 യഹ്യ ബിൻ മഈൻ തങ്ങളാണ്. അക്കാലത്ത് ജീവിച്ചിരുന്ന 3 മഹാന്മാർ എഡിറ്റ് ചെയ്തു കഴിഞ്ഞു. പിൽക്കാലത്ത് സ്വഹീഹുൽ ബുഖാരി എഡിറ്റ് ചെയ്യാൻ ലോകത്താരും ജീവിച്ചിരിക്കുന്നില്ല. അതുകൊണ്ട് ഇനി ആര് ഇമാം ബുഖാരി തങ്ങളുടെ സ്വഹീഹിനെ കുറിച്ച് പറഞ്ഞാലും ഒരു വിമർശനവും സ്വീകാര്യമല്ല. കാരണം അത് എഡിറ്റ് ചെയ്യാൻ യോഗ്യതയുള്ളവർ ലോകത്തില്ല. മുത്തഅല്ലിമീങ്ങളെ, അത് നല്ല ഒന്ന് വായിച്ചു നോക്കേണ്ട ചരിത്രമാണത്. ഏതായാലും ഇരിക്കട്ടെ, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം മുഴുവനും ആ 10 വയസ്സ് മുതൽ വഫാത്ത് വരെ, 62ാമത്തെ വയസ്സിൽ വഫാത്താകുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിന് വേണ്ടി ജീവിച്ചതല്ലാതെ കുടുംബത്തിന് വേണ്ടി ജീവിച്ചില്ല. കുടുംബബന്ധ ജീവിതം എന്ന് പറഞ്ഞാൽ വിവാഹം കഴിക്കാൻ മറന്നുപോയില്ലേ? രാവും പകലുമെല്ലാം ഹദീസിലാണ്. അതാ രാത്രി ഉറങ്ങാൻ കിടന്നാൽ 13 പ്രാവശ്യമൊക്കെ ഉണരും, എന്നിട്ട് ഹദീസ് എഴുതി വെക്കും. 13 പ്രാവശ്യം ഉണരുന്ന ഒരാളെ രാത്രി ഉറങ്ങി എന്ന് പറയാൻ പറ്റുമോ? നമ്മൾ രാത്രി 1 മണിക്ക് ഒരാള് ബെല്ലടിച്ചുണർന്നാ പറയും ഇന്നലെ രാത്രി ഉറങ്ങിയില്ല എന്ന്. എന്നാൽ ഇമാം ബുഖാരി തങ്ങൾ ഉറങ്ങുകയായിരുന്നോ? അല്ല, ഉറങ്ങിയില്ല. യാത്ര ചെയ്ത് പോവുകയാണ്. ഒരിക്കൽ ഇമാം ബുഖാരി തങ്ങളെ വിളിക്കാൻ ഒരു നാട്ടുകാര് ചെന്നപ്പോ ധരിച്ചു കൊണ്ടുപോകാൻ വസ്ത്രമില്ല, മാന്യമായൊരു വസ്ത്രമില്ല. വാപ്പ കൊടുത്ത കോടിക്കണക്കിന് സ്വത്തുണ്ടായിരുന്നു. അതൊരു ഫിൽസ് പോലും ശുഭഹത്തില്ലാത്ത സ്വത്താണ്. അത് മുഴുവനും ഹദീസ് പഠിക്കാൻ ചെലവഴിച്ചതാണ്. പിന്നെ നാട്ടുകാര് നല്ലൊരു കുപ്പായം കൊണ്ട് കൊടുത്തിട്ടാണ് ക്ലാസ് എടുക്കാൻ പോയത്. അതും ഹദീസ് തന്നെയാണ്. ആ ഇമാം ബുഖാരി തങ്ങൾ വഫാത്തായപ്പോൾ സമർക്കന്ദിലെ ഖർത്തങ്കിൽ ബഹുമാനപ്പെട്ടവരെ ഖബറടക്കി. ആ ഖബറടക്കിയത് മുതൽ പരിസരത്തുള്ള മണൽത്തരികൾ മുഴുവനും കസ്തൂരിയായി മാറി. ജനങ്ങൾ വന്നതെടുക്കാൻ തുടങ്ങി. അവസാന ഖബർ നാമാവശേഷമാകുമെന്ന് കരുതി ഗവൺമെന്റ് പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്തിയതാണ്.
ഇന്ന് അവിടെ വളരെ രാജ്യപ്രൗഢിയുള്ള മഖാമാണ് ഉസ്ബെക്കിസ്ഥാനിൽ. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഞങ്ങൾ അവിടെ പോയിട്ടുണ്ട്. പോയവർ ഈ മജ്ലിസിലും ഉണ്ടാകും. ഇപ്പോൾ അത് കൂടുതൽ വിപുലീകരിച്ചതിന്റെ വിഷ്വൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്ത് രാജകൊട്ടാരം പോലെയുള്ള മഖ്ബറയിലാണ് ഇമാം ബുഖാരി തങ്ങൾ കിടക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് അതൊന്നുമല്ല. ഇമാം ബുഖാരി തങ്ങൾ വഫാത്തായി കുറച്ചു കഴിഞ്ഞപ്പോൾ ഉസ്ബെക്കിസ്ഥാനിലും പരിസര പ്രദേശത്തും മഴയില്ല. അപ്പോൾ ആ നാട്ടിലെ ഖാളി ജനങ്ങളെയും കൂട്ടിപ്പോയി മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്തു. മഴ കിട്ടണില്ല. അപ്പോൾ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന സ്വാലിഹായ ഒരു മനുഷ്യൻ ഖാളിയാരുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, എനിക്കൊരാശയം ഉണ്ട്. അതെന്താണെന്നല്ലേ, നമ്മൾ ബുഖാരി ഇമാം തങ്ങളെ ഖബറിന് പോയിട്ടൊന്ന് തവസ്സുൽ ചെയ്തിട്ട് ദുആ ചെയ്താലോ? അങ്ങനെ ദുആ ചെയ്തപ്പോൾ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ ശരീഫിന്റെ അടുക്കൽ പോയി. ഖാളിയാർ അവിടെ പോയി ജനങ്ങളെയും കൂട്ടിയിട്ട് മഴ തേടിയിട്ടുള്ള ദുആയും നിസ്കാരവും നടത്തി. ഇമാം ബുഖാരി തങ്ങളുടെ ഖബറിന്റെ അടുക്കൽ നിന്ന് ജനങ്ങൾ കരഞ്ഞു ദുആയിരുന്നു. ഇതെന്റെ വകയല്ല കേട്ടോ, ഹാഫിദ് ദഹബി തന്നെ ഉദ്ധരിച്ചിട്ടുള്ള കാര്യമാണിത്. അങ്ങനെ ജനങ്ങൾ അവിടെ നിന്നുകൊണ്ട് ദുആ ചെയ്തു. ഖബറിന്റെ ഉള്ളിലുള്ള ഇമാം ബുഖാരി തങ്ങളെ വസീലയാക്കി ശഫാഅത്ത് തേടി. ഫാർസലല്ലാഹു തആല അസ്സമാഅ ബിമാഇൻ അളീമിൻ ഗസീർ. നല്ല മഴ പെയ്യാൻ തുടങ്ങി. എന്നിട്ട് 7 ദിവസം തുടർച്ചയായി മഴയാണ്. ലാ യസ്തതിഉ അഹദുൻ അൽ വസൂല ഇലാ സമർഖന്ദ. സമർഖന്ദിലേക്ക് ജനങ്ങൾക്ക് വരാൻ പറ്റുന്നില്ല. മിൻ കസറത്തിൽ മത്വരി വഗസാറതിഹി. സമർഖന്ദിന്റെയും ഖർതങ്കിന്റെയും ഇടയിൽ 3 മൈലേ ഉള്ളൂ. ആ സ്ഥലത്ത് പോലും വരാൻ പറ്റാത്ത നല്ല കോരിച്ചൊരിയുന്ന മഴ. ഇമാം ബുഖാരി തങ്ങളുടെ റളിയല്ലാഹു അൻഹു വനഫഅനാ ബിഅൻവാരിഹി വഅസ്റാരിഹി. അല്ലാഹുവേ, നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ ആ ഇമാം അവരുടെ അടുത്തെത്താൻ ഞങ്ങൾക്കൊരവസരം തരണം അല്ലാ. ഒരിക്കൽ പോലും ഒരു കളവ് പറഞ്ഞിട്ടില്ല. ഒരാളെ കുറിച്ചും ഗീബത്ത് പറഞ്ഞിട്ടേ ഇല്ല. ഇമാം ബുഖാരി തങ്ങൾ പറഞ്ഞു, നാളെ പടച്ചോന്റെ കോടതിയിലെത്തുമ്പോ ഒരാളെ പരദൂഷണം പറഞ്ഞ കുറ്റത്തിന് എന്നെ പിടിക്കൂല. ആലോചിച്ചു നോക്കൂ. അതല്ലേ ഔലിയാക്കളുടെ നേതാക്കൾ. അവരെ കേട്ടിട്ട് നമ്മുടെ ജീവിതം പരിശോധിക്കാനല്ലേ ഉറൂസ്. നാളെ പരലോകത്ത് ചെല്ലുമ്പോ ഒരാളെ കുറിച്ച് ഞാൻ ഇഷ്ടമില്ലാത്തത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പടച്ചോൻ ചാർജ് ചെയ്യാൻ എന്റെ ഓർമ്മയിൽ ഞാൻ ആരെക്കുറിച്ചും ഒന്നും പറഞ്ഞിട്ടില്ല, ഒരു കറാഹത്തും ചെയ്തിട്ടില്ല. സഹീഹുൽ ബുഖാരി എഴുതാൻ വേണ്ടി മാത്രം ഏതാണ്ട് 15,000-ലേറെ റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു. സഹീഹുൽ ബുഖാരിയുടെ ഹെഡിങ്ങുകൾ മുഴുവനും റൗളത്തും മിൻ റിയാദിൽ ജന്നയിൽ വെച്ചാണ് എഴുതിയത്. ആ ഇമാം ബുഖാരി തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു മഴ നൽകി. അല്ലാഹുവേ, ആ മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഖൽബിൽ ഈമാൻ വർദ്ധിപ്പിച്ചു തരണം അല്ലാഹ്. ഞങ്ങൾ അല്പനേരമാണെങ്കിലും ഇവിടെ പറഞ്ഞത് നിന്റെ ദീനാണ്, നിന്റെ കലിമത്തിന്റെ ഇഅ്ലാഇന് വേണ്ടിയാണ്. അല്ലാഹുവേ, ഞങ്ങളെ നന്നാക്കി തരണം അല്ലാഹ്. ഒരു 3 സ്വലാത്ത് ചൊല്ലിയിട്ട് ദുആ ചെയ്യാം. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. എല്ലാവരും നല്ല മനസ്സാന്നിധ്യത്തോടെ ആമീൻ പറയണം. ഇമാം ബുഖാരി തങ്ങളെ പറഞ്ഞ മജ്ലിസാണ്. അതൊരു വലിയ പ്രതീക്ഷയാണ്. വലിയ മഹാന്മാരുടെ സന്നിധാനത്തിലാണ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറഞ്ഞ മജ്ലിസാണ്. ദുആ ഇബാദത്തിന്റെ പ്രധാന ഭാഗമാണ്. അദ്ദുആഉ ഹുവൽ ഇബാദ വദ്ദുആഉ മുഖുൽ ഇബാദ. അല്ലാഹു ആകുന്ന രക്ഷിതാവിനോട് ചോദിക്കുകയാണ്. അവന് തരാൻ അധികാരമുള്ളതുപോലെ വേറെ ആർക്കാണുള്ളത്? അവനല്ലേ അധികാരമുള്ളൂ. അതുകൊണ്ട് റബ്ബിനോട് ചോദിക്കുകയാണ്. നല്ല മനസ്സാന്നിധ്യത്തോടെ ആമീൻ ചൊല്ലണം. ഈ മജ്ലിസ് ഒരു ഇജാബത്തുള്ള മജ്ലിസാവണം. അല്ലാഹു സ്വീകരിക്കട്ടെ.